എഴുത്തിൻ്റെ വഴിയിൽ, ബാലസാഹിത്യത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നതിന് അന്ന് ആ ഗുരുക്കന്മാരെല്ലാം ഉപദേശിച്ചതിന് ഒരു സമ്മാനം പോലെ ഞാനത് സൂക്ഷിക്കുന്നു. ആദ്യത്തെ എൻ്റെ പുസ്തകം വരുന്നത് 1968 68 അത് പൂർണ്ണമായിട്ട് എൻ്റെ പുസ്തകം എന്ന് പറയാൻ നിവൃത്തിയില്ല. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വർഷം തോറും ഒരു സമ്മാനപ്പെട്ടി പ്രസിദ്ധീകരിച്ചിരുന്നു കുട്ടികൾക്ക് വേണ്ടി. അതിൽ 68 പ്രസിദ്ധീകരിച്ചിരുന്ന സമ്മാനപ്പെട്ടിയിലാണ് കളിവണ്ടി എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് എൻ്റെ കവിത ആദ്യമായിട്ട് വരുന്നത്. പിന്നെ 1974 സ്വർണ്ണക്കമ്പിളി എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് എൻ്റെ ഒരു നോവലാണ്. CSS എന്ന് പറയും, ക്രൈസ്തവ സാഹിത്യ സമിതി തിരുവല്ല, അവരാണ് പ്രസിദ്ധീകരിച്ചത്. സ്വർണ്ണക്കമ്പിളി ചിത്രങ്ങളോട് കൂടിയാണ്. ചിത്രങ്ങൾ അന്ന് വരച്ചത് ആർട്ടിസ്റ്റ് കിത്തോ, പിന്നീട് സിനി ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വലിയ ഡിസൈനറൊക്കെ ആയിട്ട് അറിയപ്പെട്ട കിത്തോ, ആർട്ടിസ്റ്റ് കിത്തോ ആണ് അതിലെ ചിത്രങ്ങൾ വരച്ചത്. 74 പ്രസിദ്ധീകരിച്ച പുസ്തകം, കിത്തോവിൻ്റെ ചിത്രങ്ങളോട് കൂടിയ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. 79 വരുമ്പോഴേക്കും അന്താരാഷ്ട്ര ശിശുവർഷം, ലോകം മുഴുവൻ യുനെസ്കോവിൻ്റെ കീഴിൽ കുട്ടികളെപ്പറ്റി മാത്രം ചിന്തിച്ചൊരു വർഷമായിരുന്നു അത്. ആ കാലത്ത് 4 പുസ്തകങ്ങളാണ് സാഹിത്യ അക്കാദമി സെലക്ട് ചെയ്ത് അടിച്ചത്. അതിലൊന്ന് എൻ്റെ പുസ്തകം ചെണ്ട, പിന്നെ PI ശങ്കരനാരായണൻ്റെ വെണ്ണക്കല്ല്, NK ദേശത്തിൻ്റെ അപ്പൂപ്പൻ താടി, അതുപോലെ തന്നെ സൂര്യനാടിൻ്റെ വീട് പുലി വന്നേ, ഇങ്ങനെ 4 കൃതികൾ ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചതാണ്. ഇത് പ്രകാശനം ചെയ്തത് അന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 85 ആ പുസ്തകം NCERTയുടെ അവാർഡ് നേടി. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ബഹുമതിയാണ്, ദേശീയ അവാർഡാണ്. അപ്പം ഞാൻ ഈ 79 DC ബുക്സൊക്കെ പ്രബലമായി വരുന്ന കാലമാണ്. DC ബുക്സ് 60 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ആ കൊല്ലം. അതിൽ 2 പുസ്തകങ്ങൾ എൻ്റെ ആയിരുന്നു. ഒന്ന് പപ്പടം പഴം പായസം, വേറൊരു പുസ്തകം മയിലും മഴവില്ലും. ഒരിക്കലും ഞാൻ, എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു കോട്ടയത്ത്, DC ബുക്സിൽ രാവിലെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് ഒരാളിരിപ്പുണ്ട്, അടുത്ത് തന്നെ DC കിഴക്കേ മുറി ഇരിപ്പുണ്ട്. മുറിക്കയ്യൻ വെള്ള ഷർട്ടിട്ട ഒരാൾ, അത് നിസ്സാരനായിരുന്നില്ല, തകഴി ശിവശങ്കരപ്പിള്ളിയായിരുന്നു. അപ്പോൾ DC അന്ന് എന്നെ പരിചയപ്പെടുത്തിയ ഒരു വാക്ക് ഇതായിരുന്നു: എടോ, തൻ്റെ അമ്പലപ്പുഴ പായസത്തേക്കാൾ മധുരമേറിയതാണ് CP പള്ളിപ്പുറത്തിൻ്റെ പപ്പടം പഴം പായസം എന്നാണ് എന്നെ DC കിഴക്കേ മുറി പരിചയപ്പെടുത്തി. തകഴിയായിട്ട് അന്ന് മുതൽ പരിചയമുണ്ട്. ആദ്യത്തെ ഭീമ ബാലസാഹിത്യ അവാർഡ്, അത് തകഴിയായിരുന്ന ചെയർമാൻ. പൂരം എന്നാണ് ആ കൃതിയുടെ പേര്. ഇങ്ങനെ എഴുതി 207 പുസ്തകങ്ങൾ ഞാൻ എഴുതി. ഇതെങ്ങനെ എഴുതിയെന്ന് എനിക്കിപ്പോൾ ചോദിച്ചാൽ അറിയില്ല. ഇപ്പോഴും നിരവധി പുസ്തകങ്ങൾ അച്ചടിയിലുണ്ട്, പല പബ്ലിഷേഴ്സിൻ്റെ കയ്യിലായിട്ടുണ്ട്. അടുത്ത ദിവസം വരും. ഇനിയും പുസ്തകങ്ങളാകാനുള്ള സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇനിയും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തിൻ്റെ വഴിയിൽ, ബാലസാഹിത്യത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നതിന് അന്ന് ആ ഗുരുക്കന്മാരെല്ലാം ഉപദേശിച്ചതിന് ഒരു സമ്മാനം പോലെ ഞാനത് സൂക്ഷിക്കുന്നു. അത് വലിയ വാക്കായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തി. ഇപ്പോൾ ഇത്രയും 80 വയസ്സിലെത്തി 200 ചില്ലാനും പുസ്തകങ്ങളും എഴുതാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. വാസ്തവത്തിൽ അവിടെ ചെന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ചത് എൻ്റെ ജുബ്ബയെ തന്നെയാണ്. അത്ര മനോഹരമായ ജുബ്ബയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു മണവാളിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.